ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിഷയമാക്കുന്നത് കഴിഞ്ഞ മൊഡ്യൂളുകളിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത കട്ടിംഗ് ബ്ലൗസിന്റെ സംശയങ്ങളെ കുറിച്ചാണ്. സംശയങ്ങൾ ഒരിക്കലും തീർക്കാതെ അടുത്ത പാറ്റേണിലേക്ക് പോകരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം കട്ടിംഗ് ബ്ലൗസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഡ്രസ് ഡിസൈൻ ആണെങ്കിൽ കൂടി അതിൽ അളവുകൾ ഒരുപാട് വരുന്നത് കൊണ്ട് എല്ലാവർക്കും സംശയങ്ങൾ ധാരാളം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന സംശയങ്ങൾക്കനുസരിച്ച് കൃത്യമായ ഒരു മറുപടിയാണ് ഈ മൊഡ്യൂളിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ പ്രധാനമായും ചോദിച്ചിരിക്കുന്ന സംശയങ്ങൾ എന്ന് പറയുന്നത് കഴുത്ത് വീതിയെ കുറിച്ചാണ്, 1. 2 ഫ്രണ്ടിലെ കൈക്കുഴിയെ കുറിച്ചാണ്. ഇതിൽ കൈക്കുഴിയും കഴുത്തുമൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് ഓരോ മൊഡ്യൂളിലും ബ്ലൗസിനെ കുറിച്ചുള്ളതിൽ പറഞ്ഞിരുന്നതാണ്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിങ്ങൾക്ക് വളരെ ചെറിയ കാര്യങ്ങൾ വരെ കൃത്യമായി മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ ഒരല്പം വീഡിയോയ്ക്ക് ലെങ്ത് കൂടിയാൽ കൂടി ചെയ്യുന്നത് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ ചെറിയ സംശയങ്ങൾ വന്നിരിക്കുന്നത് എത്ര തന്നെ ആയാലും തീർത്ത് പോകുന്നതാണ് നല്ലത്. കാരണം നമ്മൾ അടുത്തത് പഠിക്കുവാനിരിക്കുന്നത് പ്രിൻസസ് കട്ട് ബ്ലൗസിന്റെ പാറ്റേൺ ആണെന്നുള്ളത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് പ്രിൻസസ് കട്ട് ബ്ലൗസിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇതിൽ വരുന്ന പല അളവുകളുടെയും അല്ലെങ്കിൽ മെത്തേഡുകളുടെയും ഒക്കെ കണ്ടിന്യൂവേഷൻ ആണ് കട്ടിംഗ് ബ്ലൗസിന്റെ പ്രിൻസസ് കട്ട് എന്ന് പറയുന്നത്. അതുകൂടാതെ ബാക്ക് ഓപ്പൺ ബ്ലൗസ്, ഡിസൈനർ ബ്ലൗസ് എന്നതൊക്കെ നമുക്ക് ഇനി ചെയ്യുവാനുള്ളതാണ് എന്നുള്ള കാര്യവും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓരോ സ്റ്റുഡൻറ്റിനെയും അടുത്തിരുത്തി പറഞ്ഞു കൊടുത്ത് കറക്ഷൻസ് ഒക്കെ തിരുത്തുന്നതിനുള്ള സൗകര്യം നമുക്ക് ഇതുപോലെ ചാനലുകളിൽ ചെയ്യുമ്പോൾ കിട്ടുന്നതല്ലാത്തത് കൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾക്ക് ശരിയായി മനസ്സിലാക്കാവുന്ന വിധത്തിൽ തന്നെയാണ് ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. അടുത്തിരുന്ന് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഒറ്റ ബുദ്ധിമുട്ട് മാത്രമേ നമ്മുടെ ക്ലാസ്സുകളിലുള്ളൂ. എങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും ഇവിടെ ചോദിക്കാവുന്നതാണ്. ഒരാളുടെ സംശയം ഒരുപാട് പേർക്കുള്ള സംശയങ്ങളുടെ മറുപടി കൂടിയാണ് എന്നുള്ളത് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ സംശയങ്ങൾ ചോദിക്കാൻ ഒരിക്കലും മടിക്കരുത്. സംശയങ്ങൾ എന്ത് തന്നെ ആയാലും എൻ്റെ കഴിവിന്റെ പരമാവധി നിങ്ങളോട് സഹകരിച്ച് തന്നെ സംശയങ്ങൾക്കുള്ള മറുപടി തരുവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായി ചോദിച്ചിരിക്കുന്ന 2 സംശയങ്ങളെ കുറിച്ച് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ ആദ്യം നമ്മൾ കട്ടിംഗ് ബ്ലൗസിന്റെ നെക്കിന്റെ സംശയമാണ് തീർക്കുന്നത്. നിങ്ങൾക്ക് തിയറിയിൽ ഡ്രോയിങ്ങിൽ കൊടുത്തിരിക്കുന്ന അതേ പാറ്റേൺ തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഭാഗം ഫോൾഡ് എന്നാണ് നമ്മൾ ഡ്രോയിങ്ങിൽ എഴുതിയിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ ആണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഫാബ്രിക് വീതിയെ 2ആയി മടക്കിയിരിക്കുന്നതാണ് ഫോൾഡ് ഭാഗമായി ഈ വര നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് ഇവിടെ താഴെ ഹെമ്മിങ് ചെയ്യാൻ ആവശ്യമുള്ള വീതിയിൽ മടക്കിയിരിക്കുന്നതാണ് ഇത്രയും ഭാഗം. ഇത് ഇവിടെ മടക്കിയതിന് ശേഷം താഴെ നിന്ന് മുകളിലേക്ക് എടുക്കുന്നത് ഫുൾ ലെങ്ത്തിന്റെ കൂടെ 1/2 ഇഞ്ചാണ്. താഴെ മടക്കാൻ ഇല്ലാത്തവരാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായി നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നതാണ്. അതനുസരിച്ച് ചെയ്യുക. ഇനി നമ്മൾ അടുത്തതായി ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്ന അളവുകളാണ് സംശയം പലരും പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾ അളന്നെടുക്കുന്ന അളവ് ഒരിക്കലും ചുരിദാറിന്റെയോ മറ്റു ഡ്രസ്സുകളുടെയോ പോലെ ഷോൾഡർ അളന്നെടുക്കുവാൻ പാടുള്ളതല്ല. അതായത് ഷോൾഡർ എന്ന് പറയുന്നത് നോർമൽ മെഷർമെന്റിൽ കറക്റ്റ് മെഷർമെന്റായി അധികം വീതി ഇല്ലാതെയാണ് ഷോൾഡർ ഇടുന്നത് എങ്കിൽ ഇവിടെ നിന്ന് 5-5.25 അപ്പുറത്തേക്ക് ക്രോസ് ബ്ലൗസിന് എടുക്കാവുന്നതല്ല. അതല്ല നിങ്ങൾക്ക് ഷോൾഡറിന്റെ ഭാഗത്ത് അല്പം വീതി കൂടുതൽ ആവശ്യമുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു 60 എബോവ് ഏജ് വരുന്ന ആളുകൾക്ക് പൊതുവെ ഷോൾഡറിൽ വീതി കൂടുതൽ ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് 5.25 വരെ നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ കുറച്ചുകൂടി യങ്സ്റ്റേഴ്സിന് ഇവിടെ നിന്ന് 5ന്റെ ഉള്ളിലായിരിക്കണം ഷോൾഡർ വരേണ്ടത്. കൂടുതൽ വീതി ആവശ്യമുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ മാത്രം 5.25, 5.5, 5.25 വരെ നമുക്ക് പോകാം. അത് ക്രോസ് ബ്ലൗസിന്റെ കാര്യമാണ്. സ്ട്രെയിറ്റ് ബ്ലൗസിനെ കുറിച്ചല്ല നമ്മൾ ഇവിടെ പറയുന്നത്. അത് പുറകെ നമുക്ക് പാഠ്യ വിഷയമാകുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നത് 5 എടുത്താൽ മതിയാകും. ഒരിക്കലും നിങ്ങളുടെ ചുരിദാറിന്റെ ഷോൾഡർ അളക്കുന്നത് പോലെ ബ്ലൗസിന്റെ ഷോൾഡർ അളക്കരുത്. കാരണം ചുരിദാർ എന്ന് പറയുന്ന ഡ്രസ്സ് നമുക്ക് ഇത്രയും
ടൈറ്റായി ബോഡിയോട് ചേർന്ന് കിടക്കുന്നതല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അതിന്റെ മെഷർമെന്റ്സും മെത്തേഡും ഒക്കെ ഡിഫറെന്റ് ആണ് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ബ്ലൗസിന് ചെറിയ ഒരു ഡ്രസ് ആണെങ്കിൽ കൂടി അളവുകൾ കൂടുതൽ വരുന്നത് ബ്ലൗസിനാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ചേർന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് അളന്നെടുക്കുന്ന സാധാരണ രീതിയിൽ ഷോൾഡർ അളവ് നമുക്ക് ചുരിദാറിന്റെ പോലെ തന്നെ ബ്ലൗസിന് ആവശ്യമില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും. നമ്മുടെ ഡൗട്ട് ചോദിച്ചിരിക്കുന്നതിൽ ഷോൾഡർ 16 ഇഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ 10 ഇഞ്ച് അങ്ങനെയൊന്നും നിങ്ങൾ കണക്കാക്കരുത്. നിങ്ങൾ എടുക്കുന്ന അളവിനെ ഈ ഫോൾഡ് ഭാഗത്ത് ഏറ്റവും മുകളിൽ ലെങ്ത് അടയാളപ്പെടുത്തിയതിന്റെ ഏറ്റവും മുകളിലെ ഭാഗത്ത് നിന്ന് നോർമൽ മെഷർമെന്റ് ആണെങ്കിൽ 5 ഇഞ്ചിനുള്ളിൽ എടുക്കുക. അത് ഇഷ്ടത്തിനനുസരിച്ച് വീതി കൂട്ടാം, പക്ഷെ 5.5 അപ്പുറം പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി നിങ്ങളുടെ നല്ലൊരു ഭാഗം, ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷോൾഡർ ആണെങ്കിൽ ഇതിന്റെ ഉള്ളിലാണ് നമുക്ക് നെക്കളവ് വരുന്നത്. ഈ നെക്കളവ് എന്ന് പറയുന്നത് നിങ്ങൾ 2 ഇഞ്ചിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ 2.25 അത് വരുന്നത്. അതായത് ഫോൾഡ് ചെയ്തതിന് ശേഷമാണ്, ടോട്ടൽ അല്ല, പകുതിയാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് 2 ഇഞ്ച് എടുത്താൽ അത് 2.25 സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വരുന്നത്. അതായത് ക്രോസ് പീസ് പിടിപ്പിക്കാനായിട്ട് നമുക്ക് 1/4 ഇഞ്ച് ഇവിടെ അടിച്ചു പോകും. അതുകൂടി ചേർത്ത് 4.5 ഇഞ്ച് നമുക്ക് മൊത്തം കഴുത്ത് വീതി വരും. അത് ഇട്ട് വരുമ്പോൾ വൈഡായി വരും. ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ആവശ്യത്തിനും ഓരോരുത്തരുടെ ഇഷ്ടത്തിനും അനുസരിച്ച് ഇറങ്ങുന്നത് കൊണ്ട് അതിനെ നിങ്ങൾ കുറവാണ് എന്ന് കരുതി 3ലേക്കോ 3.5ലേക്കോ ചുരിദാറിൽ ചെയ്യുന്നത് പോലെ ചെയ്യരുത്. കാരണം വൈഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബ്ലൗസ് അല്ലെങ്കിൽ ആ ഡ്രസ്സിനെ ഉപേക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് കറക്റ്റ് മെഷർമെന്റിലേക്ക് ചേർന്നിരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ബാക്ക് നെക്കിന്റെ ലെങ്ത് എന്നിവയ്ക്ക് അനുസരിച്ച് ഇത് വൈഡായി തരുന്നത് കൊണ്ടാണ് ഇവിടെ നിന്ന് 2 ഇഞ്ച് മാത്രം എടുക്കുക. അതുപോലെ തന്നെ ഷോൾഡറിലും ഈ പറയുന്ന രീതിയിൽ തന്നെ എടുക്കുക എന്ന് പറയുന്നത്. ഇപ്പോ ആ സംശയം ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സംശയം എന്ന് പറയുന്നത് കഴുത്ത് വീതി താഴെ കൂട്ടിയതിനെ കുറിച്ചാണ്. അതായത് ഇവിടെ നമ്മുടെ ഡ്രോയിങ്സിൽ കൃത്യമായി വരച്ച് നമുക്ക് ആവശ്യമുള്ള മുകളിലെ അതേ അളവ് തന്നെയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഇതിന്റെ ഉള്ളിൽ തന്നെ യു വരയ്ക്കാമെന്ന് നമ്മുടെ ക്ലാസ്സിൽ കൃത്യമായി പറഞ്ഞിരുന്നതാണ്. അത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ മുകളിൽ താഴെയും ഒരേ കഴുത്ത് വീതിയിലുള്ളതാണ് കറക്റ്റ് സ്ക്വയർ ആക്കി വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ തന്നെ യു വരയ്ക്കുന്നത്. ഇനി ഒരല്പം വൈഡ് ആക്കി ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ മാത്രം ഈ സ്ക്വയറിൽ നിന്ന് ലെങ്ത്തിൽ വ്യത്യാസം വരുന്നില്ല, ലെങ്ത്തിൽ വ്യത്യാസം വരുത്താതെ ഈ സ്ക്വയർ വരച്ചതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണോ കൂടുതലാക്കി വരേണ്ടത്, അതായത് ഈ താഴെ ഭാഗത്താണ് നിങ്ങൾക്ക് കൂട്ടേണ്ടതെങ്കിൽ ഇവിടെ ഒരു ആരോ നമ്മൾ ഡ്രോയിങ്ങിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയോ വരച്ച് സൂക്ഷിക്കുകയോ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഇതുപോലെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ വിട്ട് വേണ്ടത്, 1/2 ഇഞ്ചാണോ 1 ഇഞ്ചാണോ അത് നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷെ ഈ മുകളിലെ ഷോൾഡറിന്റെ ആ ഭാഗത്ത് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന കഴുത്ത് വീതിയിൽ നിന്ന് തന്നെ ആയിരിക്കണം കഴുത്ത് വീതി വലുതാവേണ്ടത് എന്നുള്ള കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പുറത്തേക്ക് ആക്കാവുന്നതാണ്. ഇത് ഈ താഴെ വരുത്താതെ മുകളിൽ ഇങ്ങനെ ചെയ്യുന്നവരുമുണ്ട് എന്ന് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് മുകളിലാണ് കഴുത്ത് വീതി കൂടുതൽ വേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിരിക്കണം ഇതുപോലെയുള്ള അകലം വരേണ്ടതെന്നത് പ്രത്യേകം പറഞ്ഞിരുന്നതാണ്. ഇനി ഇതിനും അപ്പുറത്ത് നിങ്ങൾക്ക് ഈ 2 ഭാഗം തന്നെ ഇത് തന്നെ മതി, വൈഡ് ആക്കണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലെ കഴുത്ത് വീതി നിങ്ങൾക്ക് എടുക്കാവുന്നു. ഇപ്പോൾ 38 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരാള് സംശയം ചോദിച്ചിരുന്നു. അയാൾക്കുള്ള സംശയത്തിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ 38 ഇഞ്ചുള്ള ഒരാൾക്ക് ഷോൾഡർ 5 ഇഞ്ചസും അതിനുള്ളിൽ 2 ഇഞ്ച് കഴുത്ത് വീതിയും മാത്രം മതിയാവും. അതിനുശേഷം പിന്നെ ഫ്രണ്ടിലെ കഴുത്താണ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ നമുക്ക് ഇതുപോലെ വിട്ട് കൂട്ടി നമ്മൾ ചെയ്യുന്നത് കഴുത്തിന്റെ ഷേപ്പിന് വേണ്ടിയാണ്. അതിന്റെ ആകൃതിയിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് നമ്മുടെ തിയറിയിലും അതുപോലെ തന്നെ ക്ലാസ് എടുത്ത സമയത്തും നന്നായി മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏത് രീതിയിലാണ് വരേണ്ടതെന്ന് ഒന്നുകൂടി പറഞ്ഞ് വിശദമാക്കി തരാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, നിങ്ങൾ ഇവിടെ താഴെ എടുത്തിരിക്കുന്ന അതേ അളവ് തന്നെ മുകളിലും ഉണ്ടായിരിക്കണം. അത് ബോക്സ് ആക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് വിട്ട് കൂട്ടണോ അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ തന്നെ നിൽക്കണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. എന്ത് തന്നെ ആയിരുന്നാലും മുകളിൽ എടുക്കുന്ന അതേ കഴുത്ത് വീതിയിൽ തന്നെ താഴെ കഴുത്തിന്റെ ഇറക്കത്തിനോടുകൂടി
4 ഇഞ്ച് മാത്രം കൂട്ടിയാണ് ലെങ്ത്തിൽ എടുക്കുന്നത്. ആ ഭാഗത്തും ഇതേ കഴുത്ത് വീതി തന്നെ അടയാളപ്പെടുത്തി ബോക്സ് ആക്കിയതിന് ശേഷം മാത്രമാണ് വിട്ട് കൂട്ടണമെങ്കിൽ എവിടെയാണോ, മുകളിലാണോ താഴെയാണോ എന്നൊക്കെ തീരുമാനിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ വന്ന് കയറുവാൻ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ തന്നെ വിട്ടൊന്നും കൂട്ടണ്ട എങ്കിൽ ഇങ്ങനെ തന്നെ ഇത് ഈ ബോക്സിനുള്ളിൽ തന്നെ വരച്ച് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഈ സംശയം ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ് നമുക്ക് അടുത്തതായിട്ട് സംശയം തീർക്കുവാനായിട്ട് എടുക്കേണ്ടത്. നമ്മുടെ ഫ്രണ്ട് ഭാഗം ബാക്ക് പീസ് വെച്ച് ക്രോസ് ആയിട്ടാണ് വെട്ടുന്നതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ കഴുത്ത് വീതി എടുക്കുന്നത് നിങ്ങൾ മുകളിലെടുത്ത്, അതായത് ബാക്കിലെ മുകൾ ഭാഗത്തെടുത്ത അതേ അളവുകൾ തന്നെയാണ് ഈ ഭാഗത്ത് നിന്ന് ഉയർത്തി വരച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കഴുത്ത് വീതി ഈ ഭാഗത്ത് മുകളിൽ ബാക്കിലെ മുകളിലും താഴെയും അടയാളപ്പെടുത്തിയിരിക്കുന്ന അതേ കഴുത്ത് വീതി തന്നെ ആയിരിക്കണം ഫ്രണ്ടിലെ മുകളിലും താഴെയും ആയിരിക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊന്ന്, ഇത് നിർബന്ധമായും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഫ്രണ്ടില് നിങ്ങൾ ആവശ്യക്കാര് എന്ന് പറയുന്നില്ല, ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം നമ്മുടെ കഴുത്ത് ഫ്രണ്ട് ഭാഗത്ത് ഭംഗിയിലിരിക്കാൻ നിർബന്ധമായും ചെയ്യേണ്ട ഒന്നാണ് ഇത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളിപ്പോൾ പല തിയറിയിലും ചിലപ്പോൾ ഇത് കണ്ടിരിക്കണമെന്നില്ല. എൻ്റെ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ യൂസ് ചെയ്തിട്ടുള്ള കംഫർട്ടബിലിറ്റിയും നോക്കിയാണ് ഞാൻ ഇത് നിർബന്ധമായും ചെയ്യണമെന്ന് നിങ്ങൾക്കായി സജസ്റ്റ് ചെയ്യുന്നത്. കാരണം നെക്കിന്റെ ഷേപ്പ് ഇങ്ങനെ വരുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഈ സ്ക്വയറിനുള്ളിൽ ഫ്രണ്ട് നെക്കാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ചിലപ്പോൾ കഴുത്തിന്റെ ഷേപ്പ് വി ഷേപ്പിലേക്ക് മാറുവാൻ സാധ്യതയുണ്ട്. അതിന് കാരണമുണ്ട്. ഓരോരുത്തരുടെയും ബോഡി ലാംഗ്വേജ് അനുസരിച്ച് നെക്ക് നമ്മൾ യു ആയി വരച്ചാൽ പോലും പലർക്കും ഇങ്ങനെ ബോട്ട് പോലെയൊക്കെ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവണം. അത് ഓരോരുത്തരുടെയും ഷോൾഡർ വീവും ഷോൾഡറിന്റെ ചരിവും ഒക്കെ അനുസരിച്ചാണ് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിലും നോർമലി വലിയ കറക്ഷൻസ് ഒന്നും ഇല്ലാത്തൊരു ബോഡി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വരയ്ക്കുന്നതൊക്കെ ബോഡിയിൽ മാച്ച് ആവുന്ന വിധത്തിൽ ഇരിക്കുന്നതായിരിക്കും. ചില ആളുകൾക്ക് തോൾ ചെരിവ് ഒരല്പം കൂടുതലായി തോന്നാറുണ്ട്. അത് പലരെയും നിങ്ങൾ ഇനി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണയുള്ളതിനേക്കാൾ തോൾ താഴേക്ക് ഇങ്ങനെ ഇടിഞ്ഞു നിന്നിട്ട് കഴുത്തൊരല്പം നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് യൂനക്ക് ഇപ്പോൾ ഈ വരച്ചിരിക്കുന്ന അതേ ഷേപ്പിൽ തന്നെ ബാക്കിലും ഫ്രണ്ടിലും ഇട്ടതിന് ശേഷം ഫീൽ ചെയ്യില്ല. കാരണം നമ്മൾ വരയ്ക്കുന്ന അതേ ഷേപ്പ് തന്നെയാണെങ്കിലും അവരുടെ ബോഡി ലാംഗ്വേജിനനുസരിച്ച് അത് ഒരല്പം അകന്നു പോകുവാൻ, അതായത് ഈ ഷേപ്പിലേക്ക് മാറുവാൻ സാധ്യം. ഇങ്ങനെയാണ് വരയ്ക്കുന്നതെങ്കിലും ഈ ഷേപ്പിലേക്ക് മാറുന്നത് അവർക്ക് തോൾ ചെരിവ് കൂടുതലുള്ളത് കൊണ്ടാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് കൂടി വരുന്തോറും നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഓരോ വിഷയങ്ങളെക്കുറിച്ചും പഠിക്കുമ്പോൾ അത് ചെയ്ത് വരുംതോറും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള മെഷർമെന്റ്സ് കൈകാര്യം ചെയ്യുന്തോറുമാണ് ഓരോന്നിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ഹ്യൂമൻ ബോഡിയെ ഒരേ തിയറിയിൽ മാത്രം ഒതുക്കി നിർത്താൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ തിയറി എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെയുള്ള ഒരു ഡൗട്ടാണ്, നമ്മുടെ മുൻകൈ കുഴിച്ചു വെട്ടുന്നതിന്റെ അളവ് ബാക്കിനേക്കാൾ കൂടുതൽ ആവശ്യമുണ്ടോ എന്ന് സംശയം വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ മുൻകൈ കുഴിച്ചു വെട്ടുമ്പോൾ 1/2 ഇഞ്ചിനും 3/4 ഇഞ്ചിനും ഇടയിലുള്ള അളവിലാണ് മുൻകൈ കുഴിച്ചു വെട്ടുന്നത്. ഈ വെട്ടുന്നത് ബാക്കിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓൾറെഡി കൂടുതലായിരിക്കും. നമ്മളിവിടെ അളന്നെടുത്തിരിക്കുന്ന മെത്തേഡ് കട്ട് ചെയ്യുന്നതിന് ഒരുപാട് പ്രാധാന്യമുള്ള കാര്യമാണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓരോരുത്തരും ഫോളോ ചെയ്യുന്ന തിയറിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്ന തിയറി അനുസരിച്ച് ടോട്ടൽ ആം ഹോള് നമ്മൾ ബോഡിയിൽ നിന്നായാലും ഫിനിഷ്ഡ് ഗാർമെന്റിൽ നിന്നായാലും എടുക്കുന്നത് ടോട്ടൽ ആം ഹോൾ ആണ്. അതിനെ നമ്മൾ ഒരുമിച്ചിട്ട് വെട്ടുമ്പോഴാണ് സാധാ നമുക്ക് കിട്ടേണ്ട കൈക്കുഴിയുടെ അളവ് നമ്മൾ അളന്നെടുക്കുന്നത്. അതിനേക്കാൾ കൂടുതലാണ് മുൻകൈ കുഴിച്ചു വെട്ടുമ്പോൾ ഓൾറെഡി ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ വരുന്ന കൈക്കുഴി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എടുക്കുന്ന ടക്കളവിന്റെ ഉള്ളളവുകളെ എടുത്തു പോയതിനു ശേഷം ബാക്കി നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത് നമ്മുടെ ആം ഹോളിൽ കിട്ടിയിരിക്കും. അത് നിങ്ങൾ കൃത്യമായി ഇവിടുത്തെ തിയറിയെ ബേസ് ചെയ്തുകൊണ്ട് മെഷർ ചെയ്യുമ്പോഴും വരയ്ക്കുമ്പോഴും കട്ട് ചെയ്യുമ്പോഴും ഒക്കെ ഇവിടുത്തെ തിയറിയെ മുൻനിർത്തിക്കൊണ്ട് മാത്രമാകുമ്പോഴാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോരുത്തർക്കും തിയറിയും ടീച്ചിങ് മെത്തേഡും ഒക്കെ വ്യത്യാസമുള്ളതാണ്. അതുകൊണ്ട് പല തിയറിയെ നിങ്ങൾ ഒരു തിയറിയിലേക്ക് കൊണ്ടുവരരുത്. പഠിക്കുന്ന സമയത്തായിക്കോട്ടെ
പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്തായിക്കോട്ടെ നിങ്ങൾ ഏതെങ്കിലും ഒരു തിയറിയിൽ മാത്രം പഠിക്കുക. ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത്, നല്ലതെന്ന് തോന്നുന്നതിന് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് ഒരുമിപ്പിക്കാവുന്നതാണ്. അങ്ങനെ പുതിയ തിയറികൾ സൃഷ്ടിക്കുന്നതിൽ തെറ്റുകളൊന്നുമില്ല. ഏറ്റവും നല്ലത് എന്താണ് എന്ന് നമുക്ക് തോന്നുന്നതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടും ഈസി ആയിട്ടും എന്നാൽ ഭംഗിയായിട്ടും പെർഫെക്റ്റ് ആയിട്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്നതിന് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക. ഈ തിയറിയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ വരച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ടോട്ടൽ കൈക്കുഴിയേക്കാൾ കൂടുതൽ എന്ത് തന്നെ ആയിരുന്നാലും ഫ്രണ്ടിൽ കൈക്കുഴി കുഴിച്ചു വെട്ടുമ്പോൾ വരും. ഇതാണ് നമ്മൾ ടക്കിടാനായിട്ട്, അതായത് ഈ ആം ഹോളിന്റെ ഭാഗത്ത് നിന്ന് സെന്റർ പോയിന്റിലേക്ക് വരുന്ന ടക്ക് അളവ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതനുസരിച്ച് നമ്മൾ ഇതിവിടെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കൈക്കുഴി തന്നെയായി ഇത് മാറുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് എക്സ്ട്രാ ഇട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇത് മറ്റൊരു സംശയത്തിനുള്ള മറുപടിയാണ്. അപ്പോൾ നിങ്ങളിവിടെ ചോദിച്ചിരിക്കുന്ന സംശയങ്ങൾക്കുള്ള മറുപടി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങളുടെ ഇതുപോലെയുള്ള സഹകരണം, അതായത് നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, എന്തൊക്കെയാണ് കൂടുതലായി അറിയേണ്ടത് എന്നൊക്കെ എല്ലാവരും കമന്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ആവശ്യമുള്ള ഡ്രസ് ഡിസൈനുകൾ എന്നൊക്കെ ഇടുക. നമുക്ക് വരാനിരിക്കുന്നത് ഗൗണുകളും ഫ്രോക്കുകളും എല്ലാം വരാനിരിപ്പുണ്ട്. വളരെ സ്ലോയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന വിധത്തിലാക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമായതുകൊണ്ട് തന്നെ കൃത്യമായി നിങ്ങളിലേക്ക് ഇതെല്ലാം എത്തിക്കുക എന്നുള്ളതും എൻ്റെ ധർമ്മമാണ്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ക്ലാസ്സുകളിൽ ഫാബ്രിക് പെയിന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഫാബ്രിക് പെയിന്റിന് താല്പര്യമുള്ളവർ നിങ്ങളുടെ കൈവശമുള്ള ഫാബ്രിക് പെയിന്റിന് ആവശ്യമായ സാധന സാമഗ്രികളൊക്കെ തയ്യാറാക്കി വെക്കുക. ആദ്യം നമ്മൾ പഠിക്കുന്നത് വരയാണ്. വര എന്ന് പറയുന്നത് ആരുടെയും കൈവശം ഉണ്ടാകണമെന്നില്ല. നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് വര നിങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ബ്ലൗസിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് നിങ്ങൾ പരമാവധി പല പല അളവുകളിൽ ചെയ്ത് കറക്ഷൻസ് തിരുത്തി മുന്നോട്ട് പോരുക എന്നതാണ് പറയേണ്ടത്. ഒരിക്കലും ഒരേ അളവ് മാത്രമായി ചെയ്ത് പഠിക്കരുത്. തെറ്റുകൾ സംഭവിച്ചോട്ടെ, തെറ്റുകൾ വന്നാൽ മാത്രമേ നമുക്ക് തിരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നിന്ന് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ആയി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത മൊഡ്യൂളിൽ നമുക്ക് കൂട്ടുകൂടാം. ഫാഷൻ തിയറി വിത്ത് ജസ്സിനോടൊപ്പം.